ഇത് ഈ ലോകത്തുള്ള എല്ലാ ജീവികളും പ്രസവിക്കുമായിരുന്നു. ഒരു കാലത്ത് സ്ത്രീകൾ പ്രസവം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. പണ്ടൊക്കെ തമാശയായിട്ട് ചിലർ പറയുന്നത് കേൾക്കാം, ആ സ്ത്രീ അവളെ പ്രസവിച്ചിട്ട് പോയിരുന്ന് ആ 2 കിലോ അരി ഇടിച്ചോടെ വെച്ചിട്ടുണ്ടെന്ന്. അപ്പം ഇത്ര നിസാരമായിട്ട് സ്ത്രീകൾ വളരെ എൻജോയ് ചെയ്തിരുന്നൊരു പ്രോസസ്സിനെ ഇവിടുത്തെ കുറേ ആശുപത്രികളും വന്ന് ഇവിടുത്തെ കുറേ രക്ഷകർത്താക്കളെ ഇതിങ്ങനെ പ്രഷർ കയറ്റി വെച്ച് അതോടുകൂടി ആദ്യ കയറി പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ തന്നെ എനിക്കെന്തോ മാരക രോഗമാണെന്നൊരു പെൺകുട്ടിയുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്ത് ഇതിനെ ഇങ്ങനെ പേടിപ്പിച്ച് 9 മാസം ഇതിന് പ്രസവിക്കാനും പറ്റാതെ സിസേറിയനുമായി ആകെ കോംപ്ലിക്കേറ്റഡ് ആക്കി വെക്കും. ഇത് പണ്ട് തൊട്ടേ നമ്മളിങ്ങനെ കൊച്ചു കാര്യങ്ങളിലൊക്കെ ഇത്രയും സുരക്ഷ കൊടുത്ത് വരുന്നുണ്ട്. നീ എന്ത് തേങ്ങയാടി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇപ്പൊ കിട്ടൂടാ, ഇപ്പൊ കിട്ടും, ഇപ്പൊ ഈശി പൂശോടാ. പ്രസവം ഭയങ്കര എൻജോയ്മെന്റ് ആണ്. അവരെ നമുക്ക് തെറ്റു പറയാൻ പറ്റത്തില്ല. കാരണം അവർക്ക് ആ പ്രോസസ് വരെ എല്ലാം അറിയത്തുള്ളൂ. അത് ഭയങ്കര എൻജോയ്മെന്റ് ആണ്. അത് കഴിഞ്ഞാണ് ഈ അനുഭവം വരുന്നത്. അപ്പൊ അതുകൊണ്ട് ചില ഇങ്ങനെ പറയുന്നവര് ചില സമയം ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ അമ്മയുടെ അടുത്ത് ചെന്നിരുന്ന് ചോദിക്കണം, അമ്മേ എന്നെ എങ്ങനെയാണ് പ്രസവിച്ചതെന്ന്. അപ്പൊ അമ്മ പറയും, നമ്മുടെ ശരീര നാടി നടമ്പൊക്കെ തളർന്ന് നമ്മൾ മരണത്തെ പോലും മുഖാമുഖം കണ്ട് അങ്ങ് കാലം 2 വരെ പോയിട്ട് നമ്മളെ പ്രസവിച്ചൊരു കഥ. അപ്പൊ അവർക്കൊരു ചെറിയ ബോധം വരുമ്പോൾ പോലും അവർ കൈകൊണ്ട് ഇങ്ങനെ തപ്പിയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്, എന്റെ കുഞ്ഞ് സുഖമായിട്ടിരിക്കുന്നു എന്ന്. ആ വേദന നിറഞ്ഞൊരു കഥ ഇപ്പോഴും സ്ത്രീകൾക്ക് പുഞ്ചിരിച്ചുകൊണ്ട് പറയാനുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുക, ഒരുപാട് പെൺകുട്ടികൾക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ട്. ഇടയ്ക്കൊക്കെ പെണ്ണുങ്ങളുടെ കഥയൊന്ന് പുറത്തു വരുത്തണേ.